എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ വലുപ്പം ഇത്രയ്ക്കും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പം കുറച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു വിട്ട് നോക്കും. ഇപ്പോൾ 4 ഉരുളക്കിഴങ്ങും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേകുന്ന സമയം കൊണ്ട് ഒരു സവാള വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ വളരെ കനം കുറച്ച് തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തോളൂ. ഇനി ഒരു പച്ചമുളകും കൂടി വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേഗം വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഇതിനകത്ത് നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടുമ്പോൾ അതിലേക്ക് 10-12 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂനട്ടൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും കാഷ്യൂനട്ടും കൂടെ ബട്ടറിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഇത് ഇതിനകത്ത് നല്ലതുപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എരിവിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി മസാലയ്ക്ക് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളൊക്കെ ഇതുപോലെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിരുന്നാൽ നമുക്ക് തുടരെ അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇതാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. എത്രത്തോളം ഇത് അടുപ്പിലിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മസാല റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.